Welcome to Leeds College online class. Geography, 5th chapter, Ocean and Man. അപ്പോൾ നമ്മൾ കഴിഞ്ഞ 4 ചാപ്റ്ററുകൾ പഠിച്ചിട്ടുണ്ട്. ഇന്ന് 5th ചാപ്റ്ററിലേക്ക് കടക്കുകയാണ്. 5th ചാപ്റ്ററിൻ്റെ ഒരു നെയിം എന്ന് പറയുന്നത് ഓഷ്യൻ ആൻഡ് മാൻ, സമുദ്രവും മനുഷ്യൻ. ഈ ചാപ്റ്ററിൻ്റെ കുറേ കാര്യങ്ങൾ നമ്മൾ ഈ ഓഷ്യൻസായിട്ട് ബന്ധപ്പെട്ട കുറേ കാര്യങ്ങളാണ് പഠിക്കുന്നത് അല്ലേ. അതിൽ ആ ചാപ്റ്ററിലെ ഫസ്റ്റ് പേജിൽ ഒരു കുറേ പിക്ചർ കൊടുത്തിട്ടുണ്ട് അല്ലേ. അതിൽ ഫസ്റ്റ് പിക്ചറിൽ കാണാം എന്ത്, ഒരു കോസ്റ്റൽ ഏരിയയിലുള്ള അല്ലേ ഫിഷർമാൻ്റെ കുറേ പിക്ചേഴ്സാണ് കൊടുത്തിട്ടുള്ളത്. സെക്കൻഡ് എന്താണ്, സാൾട്ട് ഏരിയ, സാൾട്ട് ലാൻഡ്, അതുപോലെ തന്നെ സാൾട്ട് കളക്ഷൻ. തേർഡ് ഒരു ടൂറിസ്റ്റ് സ്പോട്ട്, കോവളമൊക്കെ പോലുള്ള സ്ഥലങ്ങൾ. നെക്സ്റ്റ് ഒരു ഷിപ്പ്. ഇതെല്ലാം എന്താണ്, ഓഷ്യൻസായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഓഷ്യൻസായിട്ട് ബന്ധപ്പെട്ട കാര്യം നമുക്കറിയാം ഡാർവിൻ്റെ എവല്യൂഷൻ തിയറിയൊക്കെ പ്രകാരം നമ്മുടെ ഈ ഓഷ്യൻസിൽ നിന്നാണ് എന്ത് ചെയ്തിട്ടുള്ളത്, നമ്മുടെ എന്താണ് ഹ്യൂമൻസിൻ്റെയും അതുപോലെ തന്നെ ജീവജാലങ്ങൾ കംപ്ലീറ്റ് സ്റ്റാർട്ടിങ് എന്ന് അറിയാം നമുക്ക്. അപ്പം അതേപോലെ ഈ ഓഷ്യൻസിൻ്റെ കുറേ ഫീച്ചേഴ്സാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. വെൻ viewed from the space, the earth look like a vast expanse of water. The continents appear as land masses projected in between. Nearly 71% of the earth's surface area is covered with water. 71%. Nearly 71% of the earth's surface area is covered with water. 71% എന്താണ്, വാട്ടറാണ്. 29% മാത്രമേ എന്തുള്ളൂ, ലാൻഡ് ഏരിയ ഉള്ളൂ. ലാൻഡ് ഈസ് കൺഫൈൻഡ് ടു ദ റിമൈനിങ് ഓഫ് 29%. ഓഷ്യൻസ് ഒക്യൂർ ബിറ്റ്വീൻ ദ ലാൻഡ് മാസസ് അല്ലേ. ഈ ലാൻഡ് മാസസിന് ഉള്ളിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്, ഓഷ്യൻസ് ഇങ്ങനെ കിടക്കുകയാണ്. ദ മേജർ ഓഷ്യൻസ് പസഫിക്, അറ്റ്ലാന്റിക്. പസഫിക് ഓഷ്യൻ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഓഷ്യൻ, പസഫിക്. സെക്കൻഡ് അറ്റ്ലാന്റിക്. തേർഡ് ആർട്ടിക്, ഇന്ത്യൻ, അന്റാർട്ടിക്. മേജർ ഓഷ്യൻ എന്ന് പറയുന്നത് പസഫിക് ഓഷ്യനാണ്. ഏറ്റവും വലിയ ലാർജസ്റ്റ് ഓഷ്യനാണ് പസഫിക് ഓഷ്യൻ. സെക്കൻഡ് അറ്റ്ലാന്റിക് ഓഷ്യനാണ്. തേർഡ് ഇന്ത്യൻ ഓഷ്യനാണ്. ഫോർത്ത് ആർട്ടിക് ഓഷ്യനാണ്. ഫിഫ്ത്ത് അന്റാർട്ടിക് ഓഷ്യനാണ്, സദേൺ ഓഷ്യൻ, അന്റാർട്ടിക് ഓഷ്യൻ. പ്രധാനമായിട്ടും ഇങ്ങനെയാണ് നമ്മുടെ ഈ സമുദ്രത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അല്ലേ. ഓഷ്യൻസിൻ്റെ ഒരു ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ എർത്തിൻ്റെ വലിയൊരു ഭാഗത്ത് 71% കവർ ചെയ്യുന്നത് ഈ ഓഷ്യൻസ് ആണ് അല്ലെങ്കിൽ വാട്ടറാണ്. 29% മാത്രമേ എന്തുള്ളൂ, ലാൻഡ് ഏരിയ ഉള്ളൂ. ലാൻഡ് ഏരിയ. മേജർ ഓഷ്യൻസ് എന്ന് പറയുന്നത് പസഫിക് ഓഷ്യൻ, അറ്റ്ലാന്റിക് ഓഷ്യൻ, ആർട്ടിക് ഓഷ്യൻ, ഇന്ത്യൻ ഓഷ്യൻ, ആർട്ടിക് ഓഷ്യൻ, അന്റാർട്ടിക് ഓഷ്യൻ. ഇതാണ് 4 മേജർ ഓഷ്യൻസ് എന്ന് പറയുന്നത്. ഇനി ഈ ഓഷ്യൻസിൽ വേറെ കുറേ ആളുകളൂടെ ഉണ്ട്. സ്ട്രെയിറ്റ് ഉണ്ട്, സീ ഉണ്ട്, ബേ ഉണ്ട്. ഇതൊക്കെ എങ്ങനെയാണ്, ഇതൊക്കെ എന്താണെന്ന് നമ്മൾ ഇനി പറയുന്നത്. Each of the above oceans contain bays. Bay means ഉൾക്കടൽ എന്ന് പറയും. ബേ ഓഫ് ബംഗാൾ എക്സാമ്പിൾ, ബേ. സ്ട്രെയിറ്റ് സീ. several seas. Each of the above oceans contains bay, straits and several seas. The portion of the sea surrounded by land on 3 sides is called a bay. The portion of the sea surrounded by land on 3 sides is called a bay. അതായത് ഇന്ത്യ സദേൺ പാർട്ട്
ഇന്ത്യ സദേൺ പാർട്ട്, ഇന്ത്യൻ കോണ്ടിനെൻറ്റിൻ്റെ സദേൺ പാർട്ടായിട്ട് ഇത് കരുതുക. ഈ ഭാഗത്തായിട്ടാണ് എന്തുള്ളത്? ബേ ഓഫ് ബംഗാൾ. ബേ ഓഫ് ബംഗാൾ. ബേ ഓഫ് ബംഗാൾ. The portion of the sea surrounded by land on three sides is called bay. Example, Bay of Bengal. Example, Bay of Bengal. Next, strait. Strait means the narrow stretch of sea between two land masses. Narrow stretch, the narrow stretch of sea between two land masses. രണ്ട് കരകൾക്കിടയിലുള്ള സമുദ്രഭാഗത്തിന് എന്ത് പേര് പറയുന്നു? സ്ട്രെയിറ്റ് എന്ന് പറയുന്നു. സ്ട്രെയിറ്റ്. സ്ട്രെയിറ്റ്. പാൽക്ക് സ്ട്രെയിറ്റ്. പാൽക്ക് സ്ട്രെയിറ്റ്. പാൽക്ക് സ്ട്രെയിറ്റ് എക്സാമ്പിൾ. ഇന്ത്യയെയും ശ്രീലങ്കയിലെ അതിനെ പിന്നെ ബന്ധിപ്പിക്കുന്ന അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്യുന്ന ഒരു ഭാഗമാണ് ഇത്. ഒരു സീ, ഒരു സറൗണ്ടിങ് സീ ആണ് ഏതേത്? പാൽക്ക് സ്ട്രെയിറ്റ് എന്ന് പറയുന്നത്. പാൽക്ക് സ്ട്രെയിറ്റ്. ബേ ഓഫ് ബംഗാൾ, പാൽക്ക് സ്ട്രെയിറ്റ്. എക്സാമ്പിൾ, ബേ ഓഫ് ബംഗാൾ, സ്ട്രെയിറ്റ്, പാൽക്ക് സ്ട്രെയിറ്റ്. നെക്സ്റ്റ്, സീ. നമ്മളിപ്പോൾ സാധാരണയായിട്ട് നമ്മൾ കാണാൻ പോകുന്ന കടലൊക്കെ കാണാൻ വേണ്ടിയോ അല്ലെങ്കിൽ സമുദ്രമൊക്കെ കാണാൻ വേണ്ടിയിട്ടോ ബീച്ചോ കാണാൻ വേണ്ടി പോകുമ്പോൾ ആ ലാൻഡ് മാസ്, ആ സൈഡിന് എന്ത് പേര് പറയുന്നു? സീ എന്ന് പറയുന്നു. സീ ഈസ് ദ പോർഷൻ ഓഫ് ആൻഡ് ക്ലോസ് ടു ദ ലാൻഡ്. ഇല്ലേ, ഓഷ്യൻസിൻ്റെ കരഭാഗം. ആ കരഭാഗത്തിന് പറയുന്ന പേരാണ് എന്ത്? സീ. ഓഷ്യൻസ് എന്ന് പറയുന്നത് ഇതൊക്കെ ഓഷ്യനാന്ന് വിചാരിക്കാം. അതിൻ്റെ ലാൻഡ് മാസ്, അതിൻ്റെ ലാൻഡഡ് ഏരിയ ആണ് എന്ത് പേരിൽ അറിയപ്പെടുന്നത്? സീ എന്ന പേരിൽ അറിയപ്പെടുന്നത്. സീ ഈസ് ദ പോർഷൻ ഓഫ് ആൻ ഓഷ്യൻ ക്ലോസ് ടു ദ ലാൻഡ്. എക്സാമ്പിൾ, ദ അറേബ്യൻ സീ. അറേബ്യൻ സീ. അതായത് നമുക്ക് പൊതുവെ സമുദ്രങ്ങളെ, ഓഷ്യൻസിനെ എടുത്ത് പരിശോധിക്കുന്ന സമയത്ത് ഓഷ്യൻസിൽ ഈ ബേ കാണാം, ഉൾക്കടലുകൾ കാണാം, സ്ട്രേറ്റ് കാണാം, കടലിടുക്ക് കാണാം, അതേപോലെ തന്നെ സീ കാണാം, കടൽ കാണാം. പൊതുവെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ ഉപദ്വീപിൽ തന്നെ ഇത് മൂന്ന് നമുക്ക് കാണാം. ലോകത്തിലെ എല്ലാ സമുദ്രങ്ങളിലും എന്ത് ചെയ്യുന്നുണ്ട്? ഇതേപോലെ ഈ പറഞ്ഞ പോലെ തന്നെ സ്ട്രേറ്റും സീയും ബേ ഒക്കെ കാണാം. പക്ഷേ നമുക്ക് ഇതെല്ലാം ഒരുമിച്ച് നമ്മുടെ ഇന്ത്യൻ കോണ്ടിനെൻറ്റിൽ ഉള്ളത് കൊണ്ട് തന്നെ, ഇന്ത്യൻ പെനിൻസുലയിൽ ഉള്ളത് കൊണ്ട് നമുക്കത് എക്സാമ്പിളായിട്ട് എടുക്കാം. അറേബ്യൻ സീ എക്സാമ്പിളാണ്. സമുദ്രത്തിൻ്റെ കരഭാഗത്തെയാണ് സീ എന്ന് പറയുന്നത്. പാൽക്ക് സ്ട്രേറ്റ് എന്ന് പറയുന്നത് രണ്ട് കരകൾക്കിടയിലുള്ള, രണ്ട് ലാൻഡ് മാസിനിടയിലുള്ള ഓഷ്യൻ സർഫേസ് ആണ് ഇത് സ്ട്രേറ്റ് എന്ന് പറയുന്നത്. പാൽക്ക് സ്ട്രേറ്റ് എക്സാമ്പിളാണ്. ബേ ഓഫ് ബംഗാളാണ് അടുത്തത്. ബേ ഓഫ് ബംഗാൾ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ബേ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഈ മൂന്ന് വശവും കരയായി ചുറ്റപ്പെട്ട ഭാഗമാണ് ഇത് ബേ എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ ബേ ആൻഡ് സ്ട്രേറ്റ്. ബേ മീൻസ് ദ പോർഷൻ ഓഫ് ദി സീ surrounded by land on three sides is called bay. Example, Bay of Bengal. Strait means the narrow stretch of sea between two land masses is known as sea. Example, Arabian Strait. Example, Palk Strait. Sea means sea is the portion of an ocean close to the land. Example, Arabian Sea. Next, oceans features. Important oceans. Identify the location of each ocean from the world map and features. പസഫിക് ഓഷ്യൻ, നമ്മളിപ്പോൾ പ്രധാനപ്പെട്ട ഓഷ്യൻസിൻ്റെ ഫീച്ചേഴ്സാണ് ചോദിക്കാറുണ്ട്, എക്സാമിന് ചോദിക്കാറുള്ളത്. അതിൻ്റെ ഫീച്ചേഴ്സാണ് നമ്മളിപ്പോൾ എന്ത് ചെയ്യുന്നത്, മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. നോക്കാം. ദ പസഫിക് ഓഷ്യൻ. ഫസ്റ്റ്, ദ പസഫിക് ഓഷ്യൻ. പസഫിക് ഓഷ്യൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ടോട്ടൽ ഏരിയ 165.2 lakh square kilometer. Average depth 4,000
280 meter. Challenger Deep is the deepest point in the Pacific Ocean. 11,034 meter. The Pacific Ocean. The Pacific Ocean features ആണ് പറയുന്നത്. ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 165.2 lakh square kilometer. ഏറ്റവും ലാർജസ്റ്റ് ആണ്. ആവറേജ് ഡെപ്ത് 4,280 meter. Challenger Deep is the deepest point in the Pacific Ocean. Pacific Ocean ഏറ്റവും ഡീപ്പസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഏതാണ്? ചലഞ്ചർ ഡീപ്പാണ്. deepest point Challenger Deep 11,034 meter. ലോകത്തിലെ ഏറ്റവും ആഴം കൂടിയ ഒരു ഭാഗമാണ് ഇത് ഈ പറഞ്ഞിട്ടുള്ള ചലഞ്ചർ ഡീപ്പ് എന്ന് പറയുന്നത്. മരിയാന ട്രെഞ്ച്, ചലഞ്ചർ ഡീപ്പ് നമ്മൾ ഈ ഇതിൻ്റെ മൂവ്മെൻറ്റ്, പ്ലേറ്റ് മൂവ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് പഠിച്ചിരുന്നു. കൺവെർജൻ്റ് മാർജിനും ഡൈവേർജൻ്റ് മാർജിൻ്റെ ഒക്കെ ഭാഗമായിട്ട് ഈ ചലഞ്ചർ ഡീപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സെക്കൻഡ് അറ്റ്ലാന്റിക് ഓഷ്യൻ ആണ്. അറ്റ്ലാന്റിക് ഓഷ്യൻ്റെ ഏരിയ, ടോട്ടൽ ഏരിയ 82.4 square kilometer, 82.4 lakh square kilometer. Average depth 3,700 meter. Deepest point Puerto Rico Trench 8,618 meter. Another feature, a 14,000 long mountain range known as the Mid-Atlantic Mountain Range or Mid-Atlantic Mountain Ridge exists along the middle of this ocean. നമ്മൾ അറ്റ്ലാന്റിക് ഓഷ്യൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് 82.4 lakh square kilometer. ആവറേജ് ഡെപ്ത് 3,700 meter. Deepest point Puerto Rico Trench 8,618 meter. A 40,000 kilometer long mountain range known as the Mid-Atlantic Ridge. ഇത് ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുണ്ട്. മിഡ് അറ്റ്ലാന്റിക് റിഡ്ജിനെ പറ്റിയിട്ട് ഡൈവേർജൻ്റ് മാർജിനിലോ കൺവെർജൻ്റ് മാർജിനിലോ ഒക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ഈ ചലഞ്ചർ ഡീപ്പും മിഡ് അറ്റ്ലാന്റിക് റിഡ്ജൊക്കെ. ദ ഇന്ത്യൻ ഓഷ്യൻ നെക്സ്റ്റ്. Total area 73.4 lakh square kilometer. Average depth 3,960 meter. Deepest point 7,725 meter. Wharton Trench. The Indian Ocean. Total area 73.4 lakh square kilometer. Average depth 3,960 kilometer. Deepest point 7,725 meter. വാർട്ടൺ ട്രെഞ്ച്. ഇന്ത്യൻ ഓഷ്യനിൽ ഏറ്റവും ആഴം കൂടിയ ഭാഗത്തിന് പറയുന്ന പേരാണ് വാർട്ടൺ ട്രെഞ്ച്. നെക്സ്റ്റ് ദ ആർട്ടിക് ഓഷ്യൻ. ദ സ്മോളസ്റ്റ് ഓഷ്യൻ ആർട്ടിക് ഓഷ്യൻ. ടോട്ടൽ ഏരിയ 14.609 lakh square kilometer. Deepest point 5,180 meter. Arctic Ocean, the smallest ocean. Next, the Antarctic Ocean. The Antarctic Ocean, the first point, the ocean surface is frozen, also known as the Southern Ocean. Total area 32 lakh square kilometer. Antarctic Ocean ഒരു ഫീച്ചർ എന്ന് പറയുന്നത് ഈ അന്റാർട്ടിക് ഓഷ്യൻ പകുതിയിലധികം ഭാഗവും എങ്ങനെയാണ് സ്ഥിതി ചെയ്യുന്നത്? മഞ്ഞ് മൂടി കിടക്കുന്ന പ്രദേശമാണ്. 32 lakh square kilometer ആണുള്ളത്. ഓഷ്യൻ സർഫേസ് ഈസ് ഫ്രോസൺ. അപ്പോൾ ഈ ഓഷ്യൻസിൻ്റെ ഫീച്ചേഴ്സ്, ദ ഫീച്ചേഴ്സ് ഓഫ് പസഫിക് ഓഷ്യൻ, ഫീച്ചേഴ്സ് ഓഫ് അറ്റ്ലാന്റിക് ഓഷ്യൻ, ഇങ്ങനെയുള്ള ചില ക്വസ്റ്റ്യൻസൊക്കെ ഈ ഭാഗത്തുനിന്ന് വരാറുണ്ട്. ഇതാണ് പ്രധാനപ്പെട്ട ഇതിലേറ്റവും പ്രധാനപ്പെട്ട ചലഞ്ചർ ഡീപ്പ്, പ്യൂർട്ടോ റിക്കോ, വാർട്ടൺ, സദേൺ ഓഷ്യൻ. ഇത്ര ഇമ്പോർട്ടൻ്റ് ആണ്. ഇതേത് ക്വസ്റ്റ്യൻസ് ആണെന്ന് മനസ്സിലാക്കുക. നെക്സ്റ്റ്, ഐലൻഡ് ആൻഡ് പെനിൻസുല. സാധാരണ ഈ ഭാഗത്ത് നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഡിഫൈൻ ഐലൻഡ്സ്, ഡിഫൈൻ പെനിൻസുല. ഐലൻഡ് പെനിൻസുല ഇതെന്താണെന്ന് നോക്കാനി. ഇത് നമുക്കറിയാം, ശ്രീലങ്ക ഒരു ഐലൻഡാണ്. ഐലൻഡ്. ഇന്ത്യ എന്ന് പറയുന്നതോ
പെനിൻസുലയുമാണ്. പെനിൻസുല. ശ്രീലങ്ക ഐലൻഡും ഇന്ത്യ പെനിൻസുലയുമാണ്. എങ്ങനെയാണ് നോക്കാം. ഐലൻഡ്സ് ആർ ലാൻഡ് സറൗണ്ടഡ് ബൈ സീ ഓൺ ഓൾ സൈഡ്സ്. ലാൻഡ് സറൗണ്ടഡ്. ഐലൻഡ്സ് ആർ ലാൻഡ് സറൗണ്ടഡ് ബൈ സീ ഓൺ ഓൾ സൈഡ്സ്. എല്ലാ ഭാഗവും സമുദ്രത്താൽ ചുറ്റപ്പെട്ട കരഭാഗങ്ങളെയാണ് എന്ത് പേര് പറയുന്നത്? ഐലൻഡ് എന്ന് പറയുന്നത്. ഐലൻഡ്. എക്സാമ്പിൾ ശ്രീലങ്ക, ജപ്പാൻ, ഫിലിപ്പൈൻസ്, മഡഗാസ്കർ, മാലിദ്വീപ്സ്, വിക്ടോറിയൻ ഐലൻഡ്സ്, ബ്രിട്ടീഷ് ഐലൻഡ്സ് ആൻഡ് ഗ്രീൻലാൻഡ്, ഐസ്ലാൻഡ്, സുമാത്ര, ന്യൂഫൗണ്ട്ലാൻഡ്, ന്യൂ ഗിനിയ, Buffin, Cocos, important islands. Peninsula means, define peninsula. Peninsula means the land masses surrounded by sea. The land masses surrounded by sea on three sides. On three sides. One side, two side, three side. Three sides are called peninsula. The land masses surrounded by sea on three sides. On three sides are called peninsula. Example, Indian Peninsula, Arabian Peninsula, Alaska Peninsula, Labrador Peninsula, Scandinavian Peninsula. Example, most important example, Indian Peninsula. അപ്പം ഈ ഐലൻഡ് പെനിൻസുല, ഐലൻഡ് എന്ന് പറയുന്നത് കംപ്ലീറ്റ് എന്ത് ചെയ്യുന്നു, മൊത്തത്തിൽ സമുദ്രത്താൽ ചുറ്റപ്പെട്ടിട്ട് കിടക്കുന്ന ലാൻഡ് ഏരിയയാണ്. പെനിൻസുല എന്ന് പറയുന്നത് എന്താണ്? ത്രീ സൈഡ്സ് മാത്രം സമുദ്രത്താൽ ചുറ്റപ്പെട്ട ഭാഗമാണ്. ഇന്ത്യ പെനിൻസുലയാണ്, ശ്രീലങ്കയിൽ ഐലൻഡാണ്. അപ്പോൾ നമ്മുടെ ഈ ചാപ്റ്ററിൽ ആദ്യ ഭാഗത്ത് നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെന്ന് പറയുന്നത് നിയർലി 71% എർത്ത് സർഫേസ് കവേർഡ് വിത്ത് വാട്ടർ. എർത്ത് സർഫേസ് ഏരിയ ഈസ് കവേർഡ് വിത്ത് വാട്ടർ. Land is confined to be the remaining of 29%. The major oceans are Pacific Ocean, Atlantic Ocean, Indian Ocean, Arctic Ocean, Antarctic Ocean. The portion of the sea surrounded by land on three sides is called a bay. Example, Bay of Bengal. The narrow stretch of sea between two land masses is known as strait. Example, Palk Strait. Sea is the portion of an ocean close to the land. Example, Arabian Sea. The features of Pacific Ocean, Atlantic Ocean and Indian Ocean, Arctic Ocean, Antarctic Ocean. Island means islands are land surrounded by all sides. Example, Sri Lanka, Sumatra, Japan. Peninsula means the land masses surrounded by sea on three sides are called peninsula. Example, Indian Peninsula, Arabian Peninsula. നെക്സ്റ്റ്, നമ്മുടെ ഈ ഓഷ്യൻ വാട്ടറിന് അല്ലേ, ഓഷ്യൻ വാട്ടറിന് കുറേ ഫീച്ചേഴ്സ് ഉണ്ട്. അത് എങ്ങനെയൊക്കെയാണ് ആ ഫീച്ചേഴ്സ് വരുന്നത്, അത് അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ടെമ്പറേച്ചർ, സാലിനിറ്റി, ഡെൻസിറ്റി ആർ ദ ഇമ്പോർട്ടൻ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സീ വാട്ടർ. ഫസ്റ്റ് ടെമ്പറേച്ചറാണ്. എങ്ങനെയായിരിക്കും ടെമ്പറേച്ചർ ഈ ഓഷ്യൻ വാട്ടറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്? ഫസ്റ്റ് ടെമ്പറേച്ചർ. സെക്കൻഡ്, സാലിനിറ്റി. സാലിനിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് എന്തായിരിക്കും? സാലിനിറ്റി ലവണത്വമാണ്, ലവണത്വം, സാലിനിറ്റി. നെക്സ്റ്റ്, ഡെൻസിറ്റി, വാട്ടർ ഡെൻസിറ്റി, സീ വാട്ടർ ഡെൻസിറ്റി, സീ വാട്ടർ സാലിനിറ്റി, സീ വാട്ടർ ടെമ്പറേച്ചർ. Temperature, salinity, density are the important characteristics of sea water. These are not uniform in all oceans. നമുക്ക് ഓഷ്യൻസ് നോക്കുകയാണെങ്കിൽ എല്ലാ സ്ഥലത്തും ഈ ടെമ്പറേച്ചർ ഡിഫറൻ്റ് ആയിരിക്കും, സാലിനിറ്റി ഡിഫറൻ്റ് ആയിരിക്കും, ഡെൻസിറ്റിയും ഡിഫറൻ്റ് ആയിരിക്കും. അപ്പോൾ ഇതിന് കുറേ റീസൺസ് ഉണ്ട്. ആ റീസൺസ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ് നോക്കുന്നത് distribution of ocean temperature. Distribution of ocean temperature. Distribution of ocean temperature. അത് നോക്കുകയാണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കാം, ഇവിടെ നമ്മുടെ 0 ഡിഗ്രി ലാറ്റിറ്റ്യൂഡ്,
equatorial region or equator, 0 degree. Sunlight vertical over the equator, temperature high. Next, Tropic of Cancer, Tropic of Capricorn, 23.5 degree. A median temperature, and a 90 degree, 0 degree, 23, north side, south side, 90 degree, 2 poles, North Pole and South Pole, Arctic or Antarctic. Temperature very decreases temperature, minus degree temperature. A frozen area, frozen area, Antarctic. The temperature varies in accordance with latitude. ലാറ്റിറ്റ്യൂഡിനനുസരിച്ചിട്ട് എന്ത് ചെയ്യുന്നു, ടെമ്പറേച്ചറിനും ഡിഫറെൻ്റ് ഉണ്ടാവുന്നു ഇവിടെ സീ വാട്ടറിൽ. The highest temperature is recorded between 0 degree to 10 degree latitudes, 0 to 10 degree, 10 degree north, 10 degree south. അപ്പോൾ 10 degree നോർത്തിൻ്റെയും 10 degree സൗത്തിൻ്റെ ഇടയിലുള്ള ഭാഗത്താണ് ഹൈ ടെമ്പറേച്ചർ അനുഭവപ്പെടുന്നത്. The highest temperature is recorded between 10 degree latitudes on either side of the equator. The average temperature here is about 27 degrees Celsius. 27 degree, അതായത് ഈ ഇക്വറ്റോറിയൽ റീജിയൻ്റെ 10 ഡിഗ്രി, അതായത് 0 ഡിഗ്രിയിൽ നിന്ന് 10 ഡിഗ്രി വരെയുള്ള നോർത്ത് ആൻഡ് സൗത്ത് സൈഡിലാണ് ഹയസ്റ്റ് ടെമ്പറേച്ചർ രേഖപ്പെടുത്തുന്നത്. അവിടെ ആവറേജ് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ 27 ഡിഗ്രി സെൽഷ്യസ് ആണ്. ചില സ്ഥലത്തൊക്കെ എന്ത് ചെയ്യും 30, 32, 33, 34 വരെ പോവാറുണ്ട് ഇക്വറ്റോറിയൽ റീജിയൻസിൽ. The temperature falls about 10 degrees Celsius in the mid latitude. നോക്കുകയാണെങ്കിലോ ഇവിടെയൊക്കെ ആണെങ്കിലോ 10 degree Celsius ആവറേജ് ടെമ്പറേച്ചർ. 90 ഡിഗ്രിയിലൊക്കെ എത്തുന്ന സമയത്തോ -2 ഡിഗ്രിയാണ് ആവറേജ്. -4ഉം 5 ഒക്കെ ആയിട്ട് അവിടെയും പോകാം. The temperature falls about 10 degrees Celsius in the mid latitude and up to -2 degrees Celsius in the polar regions. അതായത് ഇക്വറ്റോറിയൽ റീജിയൻസിൽ ആവറേജ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 27 ഡിഗ്രി സെൽഷ്യസ് ആണ്. 0 ഡിഗ്രി മുതൽ 10 ഡിഗ്രി വരെയുള്ള ഭാഗത്ത്. ഇനി നമ്മൾ പോളാർ റീജിയൻസിലേക്ക് പോവുകയാണെങ്കിലോ -2 ഡിഗ്രി വരെ ആവാം. അപ്പോൾ ടെമ്പറേച്ചർ സീ വാട്ടറിലെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് യൂണിഫോം അല്ല. കാരണം എന്താണ്, ലാറ്റിറ്റ്യൂഡ്സിനനുസരിച്ച് അതിലെന്ത് ചെയ്യുന്നു, വേരിയേഷൻസ് ഉണ്ടാവുന്നു എന്നുള്ളതാണ്. What is the reason for the variations in the temperature over different latitudinal zones? Variations in the amount of insolation, sunlight received on the earth is the major reasons for this. എന്തായിരിക്കും റീസൺ എന്ന് പറയുന്നത്? സൺലൈറ്റ് പതിക്കുന്നതിൽ വ്യത്യാസം. സൺലൈറ്റ് ഇക്വറ്റോറിയൽ റീജിയനിലേക്ക് ഡയറക്റ്റ് പതിക്കുന്നു, വെർട്ടിക്കൽ ഓവർ ദി ഇക്വേറ്റർ. പോൾസിലേക്കോ സ്ലാൻഡിങ് ചെരിഞ്ഞു പതിക്കുന്നു. സ്ലാൻഡിങ് ഓവർ ദ പോൾസ്, വെർട്ടിക്കൽ ഓവർ ദി ഇക്വേറ്റർ. ഈ റീസൺസിന് എന്തിന് കാരണമാവുന്നുണ്ട്? ഈ സീ വാട്ടറിൽ ടെമ്പറേച്ചർ ഡിഫറെൻ്റ് ആവാനുള്ള കാരണമാണ്. വേരിയേഷൻസ് ഇൻ ദ എമൗണ്ട് ഓഫ് സൺഷൈൻ ഓർ ഇൻസുലേഷൻ റിസീവ്ഡ് ഓൺ ദ എർത്ത് ഈസ് ദ മേജർ റീസൺ ഫോർ ദിസ്. ദ ഓഷ്യൻ കറൻറ്റ്സ്, വിൻഡ്സ് ഓൾസോ ഇൻഫ്ലുവൻസ് ദ ടെമ്പറേച്ചർ ഓഫ് സീ വാട്ടർ. അത് ഓഷ്യൻ കറൻറ്റും അതേപോലെ തന്നെ സീ വാട്ടറും ഒക്കെ വിൻഡൊക്കെ എന്ത് ചെയ്യുന്നതിന് ഇതേപോലെ മറ്റു റീസൺസ് ആണ്. അപ്പോൾ നമുക്ക് ടെസ്റ്റിൽ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട് അല്ലേ, ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. 52 0 ഡിഗ്രി ഇക്വേറ്റർ ബ്രൗൺ കളർ, 27 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ. ആൻഡ് ട്രോപ്പിക് ഓഫ് ക്യാൻസർ ആൻഡ് ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ 60 ഡിഗ്രി to 27 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ.
60 to 27. Temperature decreases. And yellow color less than 5 degrees Celsius, 5 to -2 to 5 degrees Celsius. Temperature decreases. Ocean temperature analyzes the variation of temperature. Reason, variations in the amount of insolation received in the earth is the reason for this. അപ്പോൾ ഇത്രയാണ് ഇത് വേരിയേഷൻസ് ഇൻ ദ ടെമ്പറേച്ചർ. നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് where do you find the highest ocean temperature? 0 degree equatorial region between 10 degree latitude on either side of the equator. Temperature varies in the accordance with the latitude. The highest temperature is recorded between 10 degree latitudes on either sides of the temperature. The average temperature here is about 27 degrees Celsius. The temperature falls to about 10 degrees Celsius in the mid-latitudinal area, up to -2 degrees Celsius polar regions. What is the reason for variations in the temperature over different latitudinal zones, or where do you find the highest temperature? Between 10 degree latitudes on either sides of the equator. Variations in the amount of sunshine insolations received on the earth is the major reasons for this. Next, the salinity. അത് ഞാൻ നേരത്തെ പറഞ്ഞു, ഓഷ്യൻ വാട്ടറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കുറേ ഫാക്ടേഴ്സ് ഉണ്ട് അല്ലേ. ആ ഫാക്ടേഴ്സിൽ ഒന്നാമത്താണ് നമ്മൾ പറഞ്ഞിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ടെമ്പറേച്ചർ. നെക്സ്റ്റ്, സാലിനിറ്റി ഓഫ് സീ വാട്ടർ. സാലിനിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് എന്താവാം? സാലിനിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് അതിലുള്ള ഫാക്ടേഴ്സാണ്. സീ വാട്ടറിലെ ഫാക്ടേഴ്സ്. സീ വാട്ടർ ഈസ് സാൾട്ടി. സീ വാട്ടർ എന്ന് പറയുന്നത് എന്താണ്? സാൾട്ടിയാണ് അല്ലേ. അപ്പോൾ ഈ കടൽ വെള്ളത്തിൻ്റെ ഉപ്പുരസം അതിലെന്തൊക്കെ ഘടകങ്ങൾ അടങ്ങിയിട്ടുണ്ടോ അതിനനുസരിച്ച് സാലിനിറ്റി ഇൻക്രീസ് ചെയ്യും ഡിക്രീസ് ചെയ്യുകയൊക്കെ ചെയ്യും. അപ്പോൾ ദ ആവറേജ് എമൗണ്ട് ഓഫ് സാൾട്ടിനെസ് ഓഫ് സീ വാട്ടർ ഈസ് 3.5%. 3.5% ആണ് ആവറേജ് സാലിനിറ്റി എന്ന് പറയുന്നത്. ആവറേജ് സാലിനിറ്റി 10 ഗ്രാമിലെ 3.5% എന്തായിരിക്കും? സാലിനിറ്റി ആയിരിക്കും. 1000 ഗ്രാം വാട്ടറിൽ 35% എന്തായിരിക്കും? സാലിനിറ്റി ആയിരിക്കും ഉണ്ടാവുക, ഉപ്പിൻ്റെ അംശം. ദിസ് വാട്ടർ ക്യാൻ ബി പ്യൂരിഫൈഡ് ബൈ സെപ്പറേറ്റിംഗ് ദ സാൾട്ട് ഫ്രം ഇറ്റ്. നമ്മൾ സാൾട്ടിനെ ഇത് പ്യൂരിഫൈ ചെയ്താൽ എന്ത് ചെയ്യും? സാൾട്ടിനെ 3.5 ഒഴിവാക്കിയാൽ എന്താവും? പ്യുവർ വാട്ടർ ആയിട്ട് മാറും. ചില സ്റ്റേറ്റ്സ് ഒക്കെ അങ്ങനെ ചെയ്യാറുണ്ട്. ദ concentration of salt content is sea water is known as salinity. Define salinity. The concentration of salt content in sea water is known as salinity. The concentration of salt content in sea water is known as salinity. The concentration of salt content in a sea water is known as salinity. It is expressed as the grams of salt present in 1000 grams of water. The average salinity of sea water is 35% or 35 parts per thousand and is recorded 35%. 1000 is recorded 35. This means 35 grams of salt is present 1000 grams of sea water. Salinity is not uniform across oceans. സാലിനിറ്റി എല്ലാ സ്ഥലത്തും എന്തല്ല, ഒരേപോലെയല്ല അനുഭവപ്പെടുന്നത്. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ സാലിനിറ്റി എന്ന് ഉദ്ദേശിക്കുമ്പോൾ ഈ ഉപ്പുരസം എന്തൊക്കെ അടങ്ങിയിട്ടുണ്ട്, എന്തൊക്കെ ഫാക്ടേഴ്സ് ആയി അടങ്ങിയിട്ടുണ്ട് നോക്കാം. മേജർ പോർഷൻ ഓഫ് സാലൈൻ വാട്ടർ ഓർ സാൾട്ട് വാട്ടർ കണ്ടെയ്ൻസ് സോഡിയം ക്ലോറൈഡ് ഓർ കോമൺ സാൾട്ട്. സാധാരണയായിട്ട് അടങ്ങിയിട്ടുള്ള ഒരു ഘടകം എന്ന് പറയുന്നത് സോഡിയം ക്ലോറൈഡ് ആണ്. ഇറ്റ് ഈസ് ഓൾസോ കണ്ടെയ്ൻസ് മഗ്നീഷ്യം ക്ലോറൈഡ്, magnesium sulfate, calcium sulfate, potassium sulfate, calcium carbonate extra. Sodium chloride, magnesium chloride, magnesium sulfate, calcium sulfate, potassium sulfate, calcium sulfate, calcium carbonate extra. Most of them can be commercially extracted. ഇതിൽ പല ഘടകങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? സാൾട്ട് വാട്ടറിൽ നിന്ന് മാറ്റി
കൊടുക്കുന്നുണ്ടെന്നുള്ളതാണ്. നമ്മൾ വ്യവസായാടിസ്ഥാനത്തിൽ ഇതിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഈ സാലിനിറ്റി എന്ന് പറയുന്നത് എല്ലാ സ്ഥലത്തും എന്തല്ല, ഒരേപോലെയല്ല, പല സ്ഥലത്തും വ്യത്യസ്ത തോതിലാണ് അനുഭവപ്പെടുന്നത്. അതെങ്ങനെയൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ്, ദ കണ്ടീഷൻസ് ലീഡിങ് ടു വേരിയേഷൻസ് ഇൻ സാലിനിറ്റി ആർ ഗിവൺ. ഫസ്റ്റ്, സാലിനിറ്റി വിൽ ബി മോർ ഇൻ ലാൻഡ് ലോക്ക്ഡ് ഏരിയാസ്. അതായത് കരയോട് ചേർന്ന് കിടക്കുന്ന മേഖലകളുണ്ട് അല്ലേ, അത്തരം പ്രദേശങ്ങളിൽ, ഇപ്പോൾ ബീച്ച് സൈഡിലൊക്കെ അല്ലേ, സാലിനിറ്റി എന്തായിരിക്കും? സാലിനിറ്റി വിൽ ബി മോർ, കൂടുതലായിരിക്കും. സാലിനിറ്റി വിൽ ബി മോർ ഇൻ ലാൻഡ് ലോക്ക്ഡ് ഏരിയാസ്. ഫസ്റ്റ് പോയിന്റ്. സെക്കൻഡ് പോയിന്റ്, സാലിനിറ്റി ഇൻക്രീസസ് ഇൻ ഏരിയാസ് ഓഫ് ഹൈ ഇവാപറേഷൻ. സാലിനിറ്റി ഇൻക്രീസ് ഇൻ ഏരിയാസ് ഓഫ് ഹൈ ഇവാപറേഷൻ. ഹൈ ഇവാപറേഷൻ നടക്കുന്ന സ്ഥലങ്ങളിൽ സാലിനിറ്റി എന്തായിരിക്കും? ഇൻക്രീസ് ആയിരിക്കും. സാലിനിറ്റി ഡിക്രീസസ് ഇൻ ഏരിയാസ് വെയർ സ്നോ മെൽറ്റ് വാട്ടർ റീച്ചസ് ഇൻ ലാർജ് ക്വാണ്ടിറ്റി. കൂടുതൽ അളവിൽ മഞ്ഞുരുകി ജലത്തുന്ന സ്ഥലങ്ങളിൽ സാലിനിറ്റി എന്തായിരിക്കും? ലോ സാലിനിറ്റി ആയിരിക്കും. സാലിനിറ്റി അതായത് നമുക്കറിയാം, സാധാരണ സ്പോർട്സിനൊക്കെ നാരങ്ങ വെള്ളമൊക്കെ കലക്കുന്ന സമയത്ത് ഉപ്പിൻ്റെ അംശം കൂടിപ്പോയാൽ നമ്മൾ എന്താ ചെയ്യാറ്? കുറച്ചുകൂടി വെള്ളം അതിലേക്ക് വെച്ചിട്ട് നന്നായിട്ട് കളക്കും. അതേപോലെ സാലിനിറ്റി ചില സ്ഥലത്ത് എന്ത് ചെയ്യും? കുറവായിരിക്കും. കാരണം എന്തായിരിക്കും? മഞ്ഞുരുകി ജലത്തുന്ന സ്ഥലമായിരിക്കും. സ്നോ മെൽറ്റ് വാട്ടർ റീച്ചസ് ഇൻ ലാർജ് ക്വാണ്ടിറ്റി. സാലിനിറ്റി ഡിക്രീസസ് അറ്റ് റിവർ മൗത്ത്സ്. റിവർ മൗത്ത്സിൽ ഇതേപോലെ അല്ലേ, റിവർ ചെന്ന് ചേരുന്ന സ്ഥലമല്ല സീയിലേക്ക് അല്ലെങ്കിൽ ഓഷ്യൻസിലേക്ക്, അത്തരം സ്ഥലങ്ങളിലൊക്കെ എന്തായിരിക്കും കൂടുതൽ? വാട്ടർ ആയിരിക്കും കൂടുതൽ. സാലിനിറ്റി എന്തായിരിക്കും? കുറവായിരിക്കും. Salinity is less at river mouths because a huge amount of fresh water added from hundreds of rivers. Heavy rainfall leads to reduction in salinity. നല്ല റെയിൻഫാൾ ഉണ്ടാകുന്ന സ്ഥലത്ത് അല്ലെ, കൂടുതൽ മഴ പെയ്യുന്ന സ്ഥലത്ത് ഇതേപോലെ എന്തുണ്ടാവും? സാലിനിറ്റി മറ്റു പ്രദേശങ്ങളെ അപേക്ഷിച്ച് കുറവായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ സാലിനിറ്റീൻ്റെ ഇൻക്രീസ് ഡിക്രീസ് നോക്കാം. സാലിനിറ്റി വിൽ ബി മോർ ഇൻ ലാൻഡ് ലോക്ക്ഡ് ഏരിയാസ്. സാലിനിറ്റി ഇൻക്രീസസ് ഇൻ ഏരിയാസ് ഓഫ് ഹൈ ഇവാപറേഷൻ. Salinity decreases in areas where snow melt water reaches in large quantity. Salinity decreases at river mouths. Heavy rainfall leads to reduction in salinity. Next, third point, density of sea water. ഈ സാലിനിറ്റിയും ടെമ്പറേച്ചറൊക്കെ എന്ത് ചെയ്യും? ഡെൻസിറ്റി, വാട്ടറിൻ്റെ ഡെൻസിറ്റി കൂടാനും കുറയാനും കാരണമാവും. ദ ഡെൻസിറ്റി ഓഫ് സീ വാട്ടർ കട്ടി കൂടാൻ വേണ്ടിയിട്ട് കാരണമാവും. അപ്പോൾ അതെങ്ങനെയാണോ നോക്കാം. ദ ഡെൻസിറ്റി ഓഫ് സീ വാട്ടർ ഈസ് നോട്ട് യൂണിഫോം എവരിവെയർ. ദിസ് ഈസ് ഡ്യൂ ടു എ വേരിയേഷൻസ് ഇൻ സാലിനിറ്റി ആൻഡ് ടെമ്പറേച്ചർ ഓഫ് സീ വാട്ടർ. ഡെൻസിറ്റി ഡിക്രീസസ് ആസ് ടെമ്പറേച്ചർ ഇൻക്രീസ്. ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് ഡെൻസിറ്റി എന്ത് ചെയ്യുന്നു? ഡിക്രീസ് ആവും. ഇറ്റ് ഇൻക്രീസസ് ആസ് സാലിനിറ്റി ഇൻക്രീസ്. സാലിനിറ്റി ആണെങ്കിലോ സാലിനിറ്റി ഇൻക്രീസസ് density decreases. You have understood that the temperature, salinity and density of sea water is not uniform everywhere. എല്ലാ സ്ഥലത്തും ഇത് ഒരുപോലെയൊന്നല്ല, പല സ്ഥലത്തും ഇതിനനുസരിച്ച് മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇതിനനുസരിച്ച് എന്ത് ചെയ്യുന്നുണ്ട്? ലാൻഡ് ഫോംസിലൊക്കെ മീൻസ് ഈ ലാൻഡ് ഫോംസിൻ്റെ മാറ്റങ്ങളും അതേപോലെ തന്നെ ഓഷ്യൻ വാട്ടറിൻ്റെ മാറ്റങ്ങളൊക്കെ മൂവ്മെൻറ്റ്സ് ഒക്കെ ഉണ്ടാകാൻ കാരണമുണ്ട്. വാട്ടർ വേവ്സ് ഒക്കെ ഉണ്ടാകാൻ വേണ്ടി കാരണമാകുന്നുണ്ട്. ദീസ് വേരിയേഷൻസ് ആൻഡ് ലീഡ് ടു മൂവ്മെൻറ്റ് ഓഫ് സീ വാട്ടർ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ മൂവ്മെൻ്റ് ആണ് പഠിക്കാനുള്ളത്. അപ്പോൾ നമ്മൾ ഈ ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടി തുടക്കം മുതലൊന്ന് പറഞ്ഞുതരാം. അതായത് നിയർലി 71% ഓഫ് ദ എർത്ത് സർഫേസ് സീ ആർ കവേർഡ് വിത്ത് സീ വാട്ടർ ആൻഡ് ലാൻഡ് ഈസ് കൺഫൈൻഡ് ടു ദ റിമൈനിങ് 29%. മേജർ ഓഷ്യൻസ് പസഫിക്, Atlantic Oceans and Indian Ocean, Arctic and Antarctic Ocean, Sea, Bay, Strait, Pacific Ocean, Atlantic Ocean, Indian Ocean, Arctic Ocean, Antarctic Ocean features island and peninsula. Example, distribution of ocean temperature and salinity. The conditions leading to variations in salinity, density of sea water. ഇത്രയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിച്ചിട്ടുള്ളത്, ആദ്യ ഭാഗത്ത് പഠിച്ചിട്ടുള്ളത്. ബാക്കി നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ ഈ ചാപ്റ്ററിലെ സീ വാട്ടറിൻ്റെ അല്ലെങ്കിൽ സീ മൂവ്മെൻറ്റ്സ്, വേവ്സ്, ടൈഡ്സ്, ഓഷ്യൻ കറൻസ്, ഇതൊക്കെ പഠിക്കാം. ഓക്കെ.